ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ഡൈനിങ് ടേബിളിന്റെ അരികിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കൂടെ നിന്ന് ചതിക്കുന്നവരെ കുറിച്ച് സേതുമാധവൻ സംസാരിക്കുന്നത്. ഇത് കേട്ട് അർച്ചന ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, അങ്ങനെ ചെയ്യുന്നവരെ എന്ത് ചെയ്യണമെന്ന അച്ഛന്റെ അഭിപ്രായം. ഇത് കേട്ട് സേതു പറയുന്നു, അങ്ങനെ ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാതെ കൊല്ലണം, അതാണ് ചെയ്യേണ്ടത്. അവർ നമ്മളോട് ചെയ്ത തെറ്റുകൾ പറഞ്ഞ് ഇഞ്ചിഞ്ചായിട്ട് തന്നെ കൊല്ലണം. ഇതൊക്കെ പറയുമ്പോൾ നന്ദനും അർച്ചനയും അവന്തികയൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്നവർ ജീവിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായമെന്നും സേതു പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു, അതെ അച്ഛൻ പറഞ്ഞതാ ശരി. അങ്ങനെയുള്ളവരെ കൊന്നത് കളയുക തന്നെ വേണം, ഒരു നിമിഷം പോലും ജീവിക്കാൻ അനുവദിക്കരുത്. അല്ല നന്ദേട്ടാ, ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ ഏട്ടൻ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അതെന്താ സംഭവം എന്നെ സച്ചി പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു, അത് അച്ഛനോടും നിന്നോടും പറയാനിരിക്കുകയായിരുന്നു ഞാൻ. ഇന്നലെ പുറത്തു വച്ചൊരു സംഭവം ഉണ്ടായി. 2 ക്രിമിനലുകൾ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാനായിട്ട് വന്നു. പിന്നെ അനാവശ്യമായി സംസാരിക്കുകയും ചെയ്തു. അവസാനം ഉന്തും തള്ളും ഒക്കെയായി. പിന്നെ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഇടപെട്ട് അവരെ തല്ലിയിട്ട് പോലീസിൽ ഏൽപ്പിച്ചു. അവന് ഒരേ നിർബന്ധം, ആ ക്രിമിനൽസിനെ വിടാൻ പാടില്ല, ഞാൻ കേസ് കൊടുത്തേ പറ്റൂ, ബാക്കിയെല്ലാം അവൻ നോക്കിയോളാന്ന്. അവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സേതു പറയുന്നു, അതുപോലെയുള്ള ചെറുപ്പക്കാരാ ഈ നാടിന് ആവശ്യം. നന്ദൻ പറയുന്നു, അതല്ലേ അച്ഛാ രസം. ഇന്ന് ഓഫീസിൽ വൈസ് പ്രസിഡന്റിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പയ്യനും ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ. അവസാനം അവന് തന്നെ കൊടുത്തു ജോലി. സേതു പറയുന്നു, വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ പോസ്റ്റ് അല്ലെന്ന് അറിയാലോ. സ്മാർട്ട്നെസ്സും സാമൂഹിക പ്രതിബദ്ധതയും നിന്നെ സഹായിച്ചതും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ജോലി കൊടുത്തത് നോക്കി തന്നെയാണോ? ഇത് കേട്ട് നന്ദൻ പറയുന്നു, നല്ലോണം നോക്കി തന്നെയാണ് അച്ഛാ. അവിടെ ഇന്റർവ്യൂവിന് വന്നവരിൽ ഏറ്റവും യോഗ്യത അവന് തന്നെയാണ്. നീ അവൻ എന്ന് പറയുന്നതല്ലാതെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് സേതു പറഞ്ഞപ്പോൾ പേര് ധനുഷ് എന്ന് നന്ദൻ പറയുന്നു. അപ്പോൾ അവന്തികയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരുന്നുണ്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ റാങ്ക് ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള കുറെ ഓഫീസുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ധനുഷ് മിടുക്കനാണ്. അത് അവനോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മുടെ കമ്പനിയെ അവൻ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. എന്നോടൊത്തോ മുൻപരിചയമുള്ളതുപോലെ അവന്റെ പെരുമാറ്റം. അവനെ പോലെ സ്നേഹവും മിടുക്കവും ഉള്ള അവരെല്ലാം അച്ഛാ നമ്മുടെ കമ്പനിയിൽ ആവശ്യം. എടുക്കേട്ട് സ്നേഹ ചോദിക്കുന്നു, ആളെങ്ങനെയാച്ചാ, സുന്ദരനാണോ? ആണെങ്കിൽ എന്താ മോൾക്ക് ലൈനിടാനാണോ എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ സ്നേഹ പറയുന്നു, ചോദിച്ചെന്നേ ഉള്ളൂ, വെറുതെ അങ്ങനെ ചോദിക്കണ്ട, നിനക്ക് നല്ലൊരു MBBSകാരനെ നോക്കാം എന്ന് സന്ദീപ്. ഓ വേണ്ട ഏട്ടാ, MBBSകാരെയൊന്നും എനിക്ക് ശരിയാവില്ല. MBBSകാരന് വേണമെങ്കിൽ എനിക്ക് എന്നേ ആവാമായിരുന്നു. നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ. ഓ അവിടെ ഒരു ജാട കണ്ടില്ലേ എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു, എന്റെ സ്വപ്നങ്ങളൊക്കെ വേറെയാണ്. സാധാരണക്കാരെ വിവാഹം കഴിച്ച് സാധാരണക്കാരെ പോലെ ജീവിക്കണമെന്നല്ലേ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് സേതു പറയുന്നു. പുച്ഛത്തോടെ അനഘ, ആരുടെങ്കിലും കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന കാര്യം ആലോചിക്കാതെ കുറച്ചു പേർക്ക് ശമ്പളം കൊടുക്കണമെന്ന് ചിന്തിക്കേ എന്ന് സേതു പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു, ഇപ്പോ എന്താ പ്രശ്നം? എനിക്ക് ഈ പറഞ്ഞ സാധനത്തിനെ കുറിച്ച് ഒന്നും അറിയണ്ട പോരെ? അല്ലെങ്കിലും ആരുടെങ്കിലും കാര്യം അറിയുമ്പോൾ നിനക്കതറിയാൻ എന്താ ഇത്രയ്ക്ക് നിർബന്ധം എന്ന് അവന്തിക ചൂടായി സംസാരിക്കുകയാണ്. ഏട്ടത്തി, അത് ഞാൻ വെറുതെ എന്നൊക്കെ സ്നേഹ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, വെറുതെ ആണെങ്കിലും അത് വേണ്ട, മനസ്സിലായോ? പോട്ടെ അവന്തികയെ, അവൾ വെറുതെ പറഞ്ഞതല്ലേ എന്ന് സേതു. അത് പോട്ടെ, ഈ പറഞ്ഞ ധനുഷിനോട് എന്നാണ് ജോയിൻ ചെയ്യാൻ പറഞ്ഞത് ഏട്ടാ എന്ന് സച്ചി നന്ദനോട് ചോദിച്ചപ്പോൾ നന്ദൻ പറയുന്നു, നാളെ കഴിയും. അല്ല, ഈ ധനുഷ് സുന്ദരനാണോ ഏട്ടാ എന്ന് സന്ദീപൻ ചോദിക്കുന്നു. ഒന്നും മിണ്ടാതെ സേതു അവിടെ നിന്ന് എണീറ്റ് പോയി. നന്ദനും പോകുന്നു. സേതു നന്ദനോട് പറയുന്നു, നീ എന്തായാലും സമയം കിട്ടുമ്പോൾ ആ പയ്യനെ ഇവിടം വരെ ഒന്ന് വരാൻ പറയേ, എനിക്കും ഒന്ന് കാണാലോ. ശരി അച്ഛാ എന്ന് നന്ദനും. അത് കേട്ട് വളരെ സന്തോഷത്തോടെ അവന്തികയിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയും ധനുഷും പുറത്തു വെച്ച് ഒന്നുകൂടി മീറ്റ് ചെയ്യുകയാണ്. ധനുഷിന് അവന്തിക ഒരു കൺഗ്രാറ്റ്സ് പറയുന്നു. എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ ഇത്രയും വേഗം ചാർജ് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നിട്ട് അവന്തിക കൺഗ്രാറ്റ്സ് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ധനുഷ് നിൽക്കുന്നു. പിന്നെ അവന്തിക പറയുന്നു, കാര്യങ്ങൾ ഇത്രയും ആയ സ്ഥിതിക്ക് വേഗത ഒന്ന് അല്പം കുറയ്ക്കണം. ഇവിടെ നമുക്ക് അതിവേഗം ബഹുദൂരം എന്ന അർത്ഥവാക്യമല്ല വേണ്ടത്. മെല്ലെ, വളരെ മെല്ലെ മതി കാര്യങ്ങൾ. എത്താനുള്ള കാര്യത്തിലേക്ക് നേർവഴി പോയാൽ താമസിക്കുമെന്നുള്ളത് കൊണ്ട് കുറുക്കു വഴിയിലൂടെ ഒരു മിനിമം സ്പീഡിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണം. നമ്മൾ പറഞ്ഞ ആദ്യഘട്ടം വളരെ വിജയകരമായി പ്രതീക്ഷിച്ചതിലും നേരത്തെ നമ്മളെത്തി. ഇനി വേണ്ടത് വിശ്വാസ്യതയാണ്. ഒരു കണിക സംശയം പോലും അവരിൽ ഉണ്ടാവാൻ പാടില്ല. അതിന് കുറച്ച് സമയമെടുക്കും. നീ ഒരു നല്ലവനാണെന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്നും നന്ദനും സച്ചിക്കും തോന്നണം. ചുരുക്കി പറഞ്ഞാൽ നീ അവരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കണം.
അങ്ങനെ അവരുടെ മുന്നിൽ തെളിയിച്ച് നന്ദന്റെ മനസ്സിലും ജീവിതത്തിലും ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൃത്യമായ ജോലിയിലുള്ള ആത്മാർത്ഥത, സൂക്ഷ്മത നിറഞ്ഞ ആശയങ്ങൾ, ഇതൊക്കെ നന്ദനെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കും. അങ്ങനെ നന്ദനിൽ വിശ്വാസം നേടിയെടുക്കണം. എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവിന്റെ നിയന്ത്രണങ്ങളെല്ലാം എന്റെ ഈ രഹസ്യ ഭർത്താവിന്റെ കൈകളിലേക്ക് വരണം. പിന്നെയുള്ളത് ഞാൻ പറയാം എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു, സത്യം പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് ചെയ്യാൻ മാത്രം ആ ഓഫീസിലൊന്നും ഇല്ല അവന്തിക. പിന്നെ എൻ്റെ ഡിഗ്രിയും എക്സ്പീരിയൻസും വെച്ച് ഞാൻ ഇതുപോലെ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് തന്നെ സമയനഷ്ടമാണ്, അതും വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക്. ധനുഷ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ഇപ്പോഴുള്ള നിന്റെ ഈ പാഴ് സമയം കൊണ്ട് നിനക്ക് കിട്ടാൻ പോകുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കണം. എല്ലാത്തിനും അവസാനം നീ വരാൻ പോകുന്നത് നെല്ലിശ്ശേരി അസോസിയേറ്റിന്റെ വൈസ് പ്രസിഡന്റ് ക്യാബിനിലാണ്. നെല്ലിശ്ശേരി കുടുംബം എന്ന വലിയ വീടിന്റെ ഗ്രഹനാഥനായ സേതുമാധവൻ എന്ന സിംഹാസനത്തിലേക്കാണ്. 10 തലമുറയ്ക്ക് വാഴാനുള്ള സ്വത്തുക്കൾ ഇരുന്ന് ഭരിക്കാനുള്ള അയാൾ ഇട്ടിരിക്കുന്ന സിംഹാസനത്തിലേക്ക്. നിന്റെ ആ സിംഹാസനത്തിനടുത്താണ് നിന്നെ സ്നേഹിക്കുന്ന പ്രിയ പത്നിയായി ഞാനും. കുറച്ചുനാൾ മാത്രം നീ എടുക്കുന്ന ഈ എഫേർട്ടിന് നിനക്ക് കിട്ടാൻ പോകുന്നത് ഒരിക്കലും എന്നെ തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വലിയ സമ്പാദ്യമാണ്. അതുകൊണ്ട് നീ ഇത് പാഴാക്കുന്ന സമയമാണോ എന്ന് ആലോചനയ്ക്ക് വിലയില്ല എന്നുള്ളതാണ് ശരി. ധനുഷ് ചോദിക്കുന്നു, മനസ്സിലായി, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവന്തികയുടെ അധീനതയിൽ തന്നെ പോകട്ടെ കാര്യങ്ങൾ. അവന്തിക പറയുന്നു, ഇനി വേണ്ടത് മിടുക്കും വിശ്വാസ്യതയുമാണ്. അതിൽ നീ കാണിക്കാനുള്ള മിടുക്ക് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ആ ഓഫീസിൽ ആരെക്കാളും, പ്രത്യേകിച്ച് അനൂപിനെക്കാളും ജോലിയിൽ മിടുക്ക് കാണിക്കണം. കമ്പനി ഉയർച്ചയിലേക്ക് കുതിക്കുന്നത് നിന്റെ കഴിവും സാമർഥ്യം കൊണ്ടാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇനി വിശ്വാസത്തെക്കുറിച്ച്, നന്ദൻ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം നിന്നെ ഏൽപ്പിക്കണം. ബിസിനസ് മീറ്റിങ്ങും ഡീലുകളും മറ്റും നിന്നെ ഏൽപ്പിക്കുന്ന തരത്തിൽ നിന്റെ കൈവെള്ളയിൽ ഇരിക്കണം നെല്ലിശ്ശേരി കമ്പനി. മിടുക്ക്, വിശ്വാസം, ഈ 3 അക്ഷരമുള്ള വാക്കുകളിൽ തൂങ്ങി നിന്ന് വേണം വഞ്ചന എന്ന 3 അക്ഷരം ഉള്ള വാക്കുകളിൽ ചവിട്ടി നിന്ന് നമുക്ക് നേടാവുന്നത് എല്ലാം നേടിയെടുക്കാൻ. നീ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മുണ്ട് ചെയ്ത് തീർക്കാൻ. നീ ഓഫീസിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കുടുംബത്തെ ചില തയ്യാറെടുപ്പുകൾ നടത്തും. 2 മാസം കഴിഞ്ഞാൽ നെല്ലിശ്ശേരി വീട്ടിൽ ആഘോഷമാണ്. സന്ദീപിന്റെ ഭാര്യയായ ആതിരയുടെ സീമന്തവും ധനുഷിന്റെ ഭാര്യ അവന്തിക അമ്മയാവാൻ പോകുന്നതിന്റെ ആഘോഷവും. ആ ആഘോഷം കഴിഞ്ഞാൽ അന്ന് രാത്രി ആതിര താണ്ടില്ല. ആഘോഷ തിമിർപ്പൊക്കെ കഴിഞ്ഞ് ആതിരയും അവളുടെ കുഞ്ഞും രണ്ടിനെയും പരലോകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ഞാൻ. അവളുടെ കുഞ്ഞിന് 7 മാസം ആയുസേ ഉള്ളൂ. അതും പുറം ലോകം കാണാൻ വിധിയില്ലാത്ത 7 മാസം. നെല്ലിശ്ശേരി വീട്ടിൽ മുട്ടിലഴിഞ്ഞ് നടക്കാനും എല്ലാവർക്കും എടുത്ത് ലാളിക്കാനും ഒരൊറ്റ കുഞ്ഞു മതി, നന്ദൻ്റേത് എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന എൻ്റെയും നിന്റെയും കുഞ്ഞ്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് അനൂപ് വഴിയരികിൽ നിൽക്കുകയാണ്. നന്ദൻ അവിടേക്ക് വന്നു. അനൂപ് കൊടുത്ത ഫയൽ നോക്കുകയാണ് നന്ദൻ. 2 തവണ നമ്മൾ സബ്മിറ്റ് ചെയ്താണ്, പക്ഷേ 2 തവണയും റിജക്റ്റായി. എന്താ കാര്യമെന്ന് അറിയില്ല, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് അനൂപ് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നു. അതാണ് നന്ദൻ ഇന്ന് ഓഫീസിലേക്ക് വരില്ല എന്ന് അറിഞ്ഞിട്ടും നന്ദനെ ബുദ്ധിമുട്ടിക്കാനായി വന്നത്. അത് സാരമില്ല എന്ന് പറഞ്ഞ് നന്ദൻ ആ ഫയൽ ചെക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും ധനുഷും അവിടെ എത്തി. ഞാൻ വിളിപ്പിച്ചതാണ്, എൻ്റെ കയ്യിൽ വണ്ടിയില്ല. അപ്പോൾ ഞാനും ധനുഷ് സാറും കൂടി ഇത് കൊണ്ടുപോയി കൊടുക്കാമെന്ന് അനൂപ് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഇത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തവണയും റിജക്റ്റ് ആവുകയാണെങ്കിൽ ഈ കൊട്ടേഷൻ അങ്ങ് വേണ്ടാന്ന് വെക്കണം, നമുക്കുള്ളത് അല്ല എന്ന് കരുതിയാൽ മതി എന്നൊക്കെ നന്ദൻ പറയുകയാണ് അവരോട്. അല്ല, അനൂപ് വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന് അനൂപിനോട് നന്ദൻ ചോദിച്ചപ്പോൾ അനൂപ് പറയുന്നു, ആ വരുന്നുണ്ട്, അച്ഛനും അമ്മയും അവിടെ എത്തിയിട്ടുണ്ടാവും. ഞാൻ ഈ ജോലിയും കൂടി തീർത്തിട്ട് വീട്ടിലേക്ക് ഒന്ന് കയറിയിട്ട് വേഗം അവിടെ എത്താം. എന്തായാലും ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തിയിരിക്കും, ഉറപ്പാണ്. ചടങ്ങോ? എന്ത് ചടങ്ങാണ് സാർ എന്ന് ധനുഷ് ചോദിക്കുന്നു. അത് ധനുഷ് സാറെ, ആതിരയ്ക്ക് ഇപ്പോൾ 7-ാം മാസമാണ്, അതിന്റെ സീമന്ത ചടങ്ങാണ് എന്ന് അനൂപ് ധനുഷിനോട് പറയുന്നു. പിന്നെ അവന്തിക, അതായത് നന്ദന്റെ ഭാര്യ, അവന്തികയും ഗർഭിണിയാണ്. അപ്പോൾ എല്ലാ ആഘോഷവും കൂടി ഒരുമിച്ച് വെക്കാം എന്ന് കരുതി. ഇത് കേട്ട് ധനുഷ് പറയുന്നു, അത് ശരി, അനൂപിന്റെ സഹോദരിയുടെയും സാറിന്റെ ഭാര്യയുടെയും ഇത്ര വലിയ ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിട്ട് ഓഫീസിൽ ഒരാൾ പോലോടും എന്താ ഒരു വാക്ക് പറയാത്തത്? നന്ദൻ പറയുന്നു, അതിപ്പോൾ ഞങ്ങൾ കുടുംബക്കാർ മാത്രമുള്ള പരിപാടിയാണ്. ഓഫീസിൽ പറഞ്ഞാൽ ഇന്ന് അവധി കൊടുക്കേണ്ടി വരും. ഞങ്ങളുടെ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് എന്തിനാണ് ഓഫീസ് തടസ്സപ്പെടുത്തുന്നത്? വേണ്ട, അവരോടൊന്ന് പറഞ്ഞില്ലെങ്കിലും സാർ എന്നോടൊന്ന് പറയാമായിരുന്നു. ഞാൻ സേതുമാധവൻ സാറിനെ ഒന്ന് കാണുമെന്ന് വല്ലാണ്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ കുടുംബക്കാർ മാത്രം നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഞാൻ പിന്നെ ഒരു അധിക പറ്റാവും. സാരമില്ല, എങ്കിലും സാറോ അനൂപോ ഒരു വാക്ക് പറയാത്തത് അത് ചെറിയ വിഷമമായി. എന്നാലേ അങ്ങനെ ഒരു വിഷമം വേണ്ട, ധനുഷിനെ ഞാൻ ക്ഷണിച്ചിരിക്കുന്നു എന്ന് നന്ദൻ പറയുന്നു. ധനുഷ് വന്നോളൂ, ധനുഷിനെ അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ സാറിൻ്റെ കൂടെ വരാം. എൻ്റെ വണ്ടിയും കൊണ്ട് അനൂപ് പോയിട്ട് അങ്ങോട്ട് വന്നാലും മതി.
ആ ശരി, എന്നാ പിന്നെ ഞാൻ എങ്ങ് എത്തിയേക്കാമെന്ന് അനൂപ് പറയുന്നു. എന്നാൽ നമുക്ക് പോകാം സാർ എന്ന് ധനുഷ്. അങ്ങനെ ധനുഷ് അനൂപിന്റെ കയ്യിൽ ഹെൽമെറ്റ് കൊടുത്തു. രണ്ടുപേരും കാറിലേക്ക് കയറുന്നുണ്ട്. ഇതേ സമയം നെല്ലിശ്ശേരിയിൽ സീമന്ത ചടങ്ങിനുള്ള ഒരുക്കങ്ങളാണ്. എല്ലാവരും പലഹാരവുമായി വന്നു. ഹാളിൽ പലഹാരങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു, അലങ്കാരവും ഒക്കെയുണ്ട്. പിന്നെ ഹാളിൽ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്, കുടുംബക്കാർ മാത്രം. സീമന്തത്തിന് വേണ്ടിയുള്ള പലതരം പലഹാരങ്ങളും പിന്നെ കുപ്പിവളയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒക്കെയുണ്ട്. അവന്തിക അവിടേക്ക് വന്നപ്പോൾ ധനുഷ് നന്ദന്റെ ഒപ്പം കാറിൽ വന്നിറങ്ങിയതും അവന്തിക കാണുന്നു. വളരെ സന്തോഷത്തോടെ അവന്തിക അവിടേക്ക് വരുന്നുണ്ട്. നന്ദൻ വന്നു കയറിയപ്പോൾ അവന്തിക ഇതാ ഉമ്മറത്ത് നിൽക്കുന്നു. ധനുഷ്, ഇതാണ് അവന്തിക എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ ഹലോ എന്ന് പറഞ്ഞ് ഒട്ടും പരിചയമില്ലാത്തതുപോലെ ധനുഷ് അവന്തികയ്ക്ക് കൈ കൊടുത്തു. താൻ വാ, അച്ഛനെ കാണാം എന്ന് പറഞ്ഞ് നന്ദൻ പോകാൻ തുടങ്ങിയപ്പോഴാണ് നന്ദന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് നന്ദൻ ഫോണുമായി അല്പം മാറി നിൽക്കുന്നു. അവന്തികയും ധനുഷും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ഞാൻ ഗർഭിണിയായ സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ന് എല്ലാവരിലും. പക്ഷേ ഞാൻ ഇപ്പോഴാണ് സന്തോഷിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ വന്നപ്പോൾ എനിക്ക് നാണത്തോടെ അവന്തിക പറഞ്ഞപ്പോൾ ഒരു ചിരി ചിരിക്കുകയാണ് ധനുഷ്. അല്ല, എന്താ ഒരു ചിരിയെന്ന് അവന്തിക ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല, എന്നെ ക്ഷണിച്ചതൊന്നുമല്ല, ഞാനായിട്ട് ഇടിച്ചു കയറി വന്നതാണ് നിന്നെ ഒന്ന് കാണാനായിട്ട് എന്ന് ധനുഷ് പറയുകയും അവന്തിക ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നു. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അവന്തിക ചോദിച്ചപ്പോൾ കുഴപ്പം, ഈ സാരി നിനക്ക് ഞാൻ നിന്റെ കഴിഞ്ഞ പിറന്നാളിന് ഒരു സാരി ഗിഫ്റ്റായിട്ട് തന്നിരുന്നില്ലേ, എന്നെ അതൊന്നും ഉടുക്കൂ എന്ന് ധനുഷ് ചോദിക്കുന്നു. പിന്നെന്താ, ഉടുക്കാലോ, ഭർത്താവിന്റെ സന്തോഷമല്ലേ ഭാര്യയുടെ സംതൃപ്തി, എന്താ അങ്ങനെയല്ലേ എന്നൊക്കെ അവന്തിക. അതെ അതെ എന്ന് ധനുഷും. അല്ല, താൻ പറഞ്ഞ കാര്യം എന്തായി, എല്ലാം നടക്കുമല്ലോ അല്ലേ എന്നൊക്കെ ധനുഷ്. നടക്കും, ഇന്ന് രാത്രി അത് നടന്നിരിക്കും. ഇന്ന് ഈ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുമ്പോൾ ആതിരയുടെ സ്വപ്നങ്ങളും അസ്തമിക്കും. എല്ലാം ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട് അവൾ നിലവിളിക്കുന്നത് എനിക്ക് കാണണം എന്നും അവന്തിക പറയുന്നു. അപ്പോഴാണ് നന്ദൻ ഫോണിൽ സംസാരിച്ച് അവിടേക്ക് വരുന്നത്. ധനുഷ്, അകത്തേക്ക് വാ എന്ന് നന്ദൻ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് പോയപ്പോൾ ഒരു പുഞ്ചിരിയോടെ അവന്തിക അവിടെ നിൽക്കുന്നു. സേതുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ധനുഷിന്. ഇതാണ് അവള്, മിടുക്കനാണല്ലോ എന്നൊക്കെ സേതു പറഞ്ഞപ്പോൾ സേതുവിന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ധനുഷ്. അത് അനൂപിന്റെ അമ്മ. അങ്ങനെ എല്ലാവരെയും ധനുഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവിടേക്ക് ആതിരയും കൊണ്ട് വരികയാണ് അർച്ചനയും സ്നേഹയും. സെറ്റ് സാരിയിൽ വളരെ സുന്ദരിയായിട്ടാണ് ആതിര വരുന്നത്. അതുപോലെ സെറ്റ് സാരി മുടുത്താണ് അർച്ചനയും വരുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.